വരെ നടന്നു പോയിട്ടില്ല. എന്തോരം ആൾക്കാർ പോയി. ഇപ്പോഴാണ് കേരളത്തിലെത്തി. ഇവിടെ മുഴുവൻ ടോവിനോ ചേട്ടന്റെ ഫാൻസ് ആണ്, അതുകൊണ്ടായിരിക്കും. ഇവിടെ സൈമ റെഡ് കാർപ്പറ്റിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ എന്താണ്? ഞാനിപ്പോ സിനിമയിൽ വന്നിട്ട് എത്രയോ ഒരു 6-7 വർഷമേ ആവുന്നുള്ളൂ. അപ്പൊ അതിനു മുമ്പ് ഞാൻ സിനിമ കണ്ടുവരുന്ന കാലത്ത് ഞാൻ ഐഡൽസ് ആയിട്ട് കണ്ടിരുന്ന, ഞാൻ ഭയങ്കരമായിട്ട് ആരാധിച്ചിരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് എല്ലാ ഇൻഡസ്ട്രീസിലും. സോ അവരെയൊക്കെ കാണുക, അവരൊക്കെ ഇരിക്കുന്നതിന്റെ സൈഡിൽ എവിടെയെങ്കിലും മുന്നേക്കൊക്കെ ഇരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. എന്താണ് സമ്മതിക്കണം പ്ലീസ്. ലൂസിഫറിന്റെ ഫുൾ ടീം അകത്തുണ്ട്. ലൂസിഫർ 2 വരാൻ പോകുന്നു. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് അറിയാം. തീർച്ചയായിട്ടും അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ലൂസിഫർ 2 ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ അതിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും അവസാനം നമ്മൾ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ ടോവിനോ ഇല്ലാത്തൊരു ലൂസിഫർ 2 നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിപ്പിക്കണ്ട. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന കാറ്റഗറി ഓഫ് അവാർഡ് എന്ന് പറയുന്ന ബെസ്റ്റ് ആക്ടർ. Pantaloons Best Actor in a Leading Role. ആരായിരിക്കും ഈ ഒരു അവാർഡ് ഇന്ന് നേടാൻ പോകുന്നത്? ഇത് അറിയിക്കാനായിട്ട് ലെറ്റ്സ് ഇൻവൈറ്റ് റയൻ ഫെർണാണ്ടസ്. ജനങ്ങളാണ് ഇന്ന് താങ്കളെ ഇവിടെ ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ വോട്ടിലൂടെ. സോ ഈ ഒരു അവസരത്തിൽ ടോവിനോയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും വണക്കം. സോ ആദ്യം തന്നെ എന്നെ ഈ അവാർഡിന് കൺസിഡർ ചെയ്തതിന് സൈമയ്ക്കും ഇതിന്റെ സംഘാടകർക്കും നന്ദി പറയുന്നു. അതെ, വോട്ട് ചെയ്ത പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ എന്നെ ഈ അവാർഡിന് അർഹനാക്കിയ സിനിമകളിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും ക്രൂവിലെ എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട മലയാളികൾക്ക് വേണ്ടി ഞാൻ ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ടോവി ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഓഫ് സിനിമാസും ടോവി ചെയ്യുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് എല്ലാ മാസവും ടോവിയുടെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം അതിന്റെ എഫേർട്ട് എത്രമാത്രം ഇതാണെന്ന്. പക്ഷെ എങ്ങനെയാണ് ഹൗ യു മാനേജ് ഇറ്റ്? എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ആകുന്നത്? ശരിക്കും ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരൂ. എൻ്റെ സീനിയേഴ്സിനെ കണ്ടാണ് ഞാൻ പഠിക്കുന്നത്. എന്നേക്കാൾ അധികം സിനിമകൾ ഒരു വർഷം ചെയ്യുകയും എന്നേക്കാൾ നന്നായി അതിലൊക്കെ അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് സീനിയേഴ്സ് ഉണ്ട് എനിക്ക് മാതൃകയായിട്ട്. ഞാൻ ഒരു 2 വർഷം മുമ്പ് തന്നെ ഞാൻ രാജുവേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് ഇത്രയും സിനിമ ചെയ്യുന്നത്, ഈ പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ചിലപ്പോൾ ഞാൻ തല പൊട്ടിത്തെറിച്ച് ചത്തുപോകും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത്, തല പൊട്ടിത്തെറിക്കും പക്ഷെ നീ ചാവില്ല, നീ ഇവിടെ തന്നെ ഉണ്ടാവും. ടോവിനോ, കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഐ ഹാവ് ടു സേ ടോവിനോ എന്ന് പറയുന്ന ആക്ടർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. യു ആർ വെരി ക്ലോസ് ടു ദ പീപ്പിൾ ഓൾസോ. അതായത് വളരെയധികം ഇൻട്രാക്ട് ചെയ്യും, കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യുന്ന ഒരു ആക്ടറാണ്. ടോവിനോനുള്ള സപ്പോർട്ട് ഒന്ന് കാണിക്കാം. താങ്ക് യു സോ മച്ച്. Thank you, Tovi, and congratulations, Tovino Thomas, and thank you, Ryan. Thank you so much.